ഇന്നെന്താ സ്പെഷ്യൽ? ഇന്നാണ് കാമ്പ് മെഴുക്ക്. ഇത് കൂമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില നാട്ടില് കൂമ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയാന്ന് എനിക്കറിയില്ല ചേട്ടാ. ഇത് നമ്മൾ പറയുന്നത് കൂമ്പ് എന്നാണ്. വാഴ എന്താ പറയാ, വാഴക്കൊടപ്പൻ എന്ന് പറയും. പിന്നെ ചില നാട്ടില് കൂമ്പ് എന്ന് പറയും. കൊടപ്പൻ എന്ന് പറയും. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇതിനെ പറയും. ഇത് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് അരിയണം, ഇങ്ങനെ കുഞ്ഞായിട്ട് അരിയണം കേട്ടോ. വെള്ളത്തിൽ വേണം നമ്മൾ അരിഞ്ഞിടാനായിട്ട്. വെള്ളത്തിൽ അരിഞ്ഞിടുമ്പോൾ ആവശ്യമെങ്കിൽ ഒന്ന് നമുക്ക് പിന്നെ കഞ്ഞി വെള്ളത്തിൽ അരിഞ്ഞിടാം. കഞ്ഞി വെള്ളത്തിലാകുമ്പോൾ അതിൻ്റെ കറിയെല്ലാം അങ്ങ് പോകും. ഇനി അതല്ലെങ്കിൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതിനകത്തേക്ക് അരിഞ്ഞിട്ടാലും മതി. അരിഞ്ഞിടുന്ന ഇങ്ങനെ ചെറുതായിട്ട് തരിച്ചിടണം കേട്ടോ. ഇങ്ങനെ അരിഞ്ഞിട്ട് വേണം എടുക്കാൻ. പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടണം, അപ്പോഴാണ് അതിൻ്റെ ഇത് കിട്ടുള്ളൂ. ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ഇത് ഇപ്പെല്ലാം അരിഞ്ഞെടുക്കുന്ന ഇതാ. പണ്ട് അമ്മയൊക്കെ അരിഞ്ഞെടുക്കുന്ന കാണാൻ ഇങ്ങനെ സ്പീഡിൽ അരിഞ്ഞെടുക്കും. ഇങ്ങനെ കുഞ്ഞി വട്ടത്തിൽ അരിഞ്ഞ് വരിക. അത് കണ്ട ഇതേപോലെ അരിഞ്ഞ് വരണം. ഇത് അരിഞ്ഞെങ്കിൽ തീരാറായി. പിന്നെ എനിക്ക് ഇന്നൊരു ഹെൽപ്പർ കൂടി ഉണ്ട്. പിന്നെ കേട്ടാ ഇതണ്ട എന്റെ കുഞ്ഞു വന്നേക്ക്. ഇന്ന് വെക്കേഷൻ അല്ലേ, അമ്മായിന്റെ അടുത്ത് നിക്കാൻ വേണ്ടി വന്നേക്ക്. എനിക്ക് കുഞ്ഞുള്ളിയൊക്കെ തൊലി വിളിച്ച് തരുന്നുണ്ട് ചേട്ടാ. കുഞ്ഞുള്ളി, അതുപോലെ സവോള, ഇതൊക്കെ എന്റെ മോളുടെ പരിപാടിയാണ് ചേട്ടാ. 2 ദിവസം നിക്കാനായിട്ട് വന്നതാണ് കേട്ടാ. ആദ്യമൊക്കെ വന്നു കഴിഞ്ഞാലേ അവള് വന്ന് നിക്കാൻ വരും കേട്ടോ. 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിക്കാ അമ്മായി എന്നൊക്കെ പറഞ്ഞിട്ടേ വരിക. വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോണ്ടല്ല കടന്നിട്ടാകുമ്പോ എന്നോട് പറയും, അമ്മായി എനിക്ക് അമ്മേനെ കാണാൻ ഓർമ്മയാകുന്നു. അവള് വർഷങ്ങളായിട്ട് വന്ന പോലെയാ. എൻ്റെ അങ്ങനെ അന്ന് സമാധാനിപ്പിച്ചിരുത്തും. പിറ്റേന്ന് വൈകിട്ടാകുമ്പോഴേക്കും അവൾക്ക് അമ്മേൻ്റെ അടുത്ത് എത്തണം. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ അവള് മാറിയിട്ടാ. ഇപ്പൊ അവള് ഇച്ചിരി കൂടെ വലുതായില്ലേ. അപ്പൊ അത് കാരണം എന്താ പറയാ, അവൾക്ക് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മള് കുഞ്ഞിനെയും കൂട്ടിട്ട് ഒരു ബോട്ടിങ്ങിനൊക്കെ പോകാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, ഒന്ന് പോയിട്ടൊക്കെ വരാന്ന്. ഭക്ഷണമൊക്കെ കഴിച്ച് എൻ്റെ കുഞ്ഞിന് കുറേ ആയി ഒന്ന് പുറത്ത് കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിക്കുന്നു. ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പുറത്തൊക്കെ പോകാം. ഞാനപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആദ്യമൊക്കെ നമ്മളെ പണ്ടൊക്കെ ഈ വാഴേൻ്റെ അവിടെ പോയിട്ട് ഇതിങ്ങനെ എടുക്കും കേട്ടോ. ഇങ്ങനെ കുത്തി എടുത്തിട്ട് ഈ സാധനമില്ലേ, ഈ സാധനത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ തേനുണ്ടാവും. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചു കുടിക്കും. എനിക്കൊന്ന് ചെറിയ ഇതാന്ന് തോന്നുന്നുണ്ട് അല്ലേ, ചെറിയ കായന്റെ അല്ലേ, മൈസൂർ. ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ വെറുതെ ഇങ്ങനെ അടുത്തേപ്പോ അത് ഓർമ്മ വന്നിട്ട് വരണതാ. ഇതൊക്കെ പണ്ടൊരു രസമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരിക്കും അത് അറിയുമെന്ന് തന്നെ അറിയില്ല കേട്ടാ. ഇപ്പോഴത്തെവർക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. നമ്മളെല്ലാം ഇതിന്റെ ചുവട്ടില് ഒരു കുഞ്ഞ് തേന് ഇച്ചിരിയുള്ള ഒരു മധുരം കിട്ടാൻ വേണ്ടിട്ട് നല്ലാക്കിട്ട് വലിക്കുന്നത് ഭയങ്കര രസമായിരുന്നു. ഇത് ഞാൻ വെള്ളത്തിൽ അരിഞ്ഞിട്ടു. അത് പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇത് നമുക്ക് കഞ്ഞി വെള്ളത്തിൽ അരിഞ്ഞിടാം. അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ കഴുകിയിട്ടെടുക്കാം. 1-2 വെള്ളത്തിൽ കഴുകിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കറയെ അങ്ങ് പോവും. അങ്ങനെയാണ് എടുക്കേണ്ടത്. ചെറുതായിട്ട് അരിഞ്ഞിടണം കേട്ടോ. ഇത് ഇച്ചിരി വലുതായി പോയി. എനിക്ക് വയ്യായിരുന്നു കുറേ സമയം ഇങ്ങനെ നിൽക്കാൻ. അത് കാരണം ഇച്ചിരി വലുതാക്കി അരിഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ അരിയുക. ഇതിൽ നമുക്ക് ഉപ്പ്, മഞ്ഞപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നല്ലപോലെ ഞെരടി എടുക്കാം. ഇതൊന്നും വേണ്ട, അടുപ്പത്തിട്ടാലും മതി, കുഴപ്പമില്ല. ഞാൻ ഇതിന് എന്തൊക്കെ സാധനങ്ങൾ എടുക്കുന്നുള്ളത് കാണിച്ചു തരാം. കുഞ്ഞുള്ളി സവോളയും കൂടി ഇച്ചിരി കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, കടുക് വേണം. പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത്രയും സാധനങ്ങളാണ് വേണ്ടത്. മഞ്ഞപ്പൊടി ഇട്ടു. ഇതിൽ തന്നെ അങ്ങ് ഉപ്പിട്ടേക്ക് കേട്ടോ. ഉപ്പിട്ട് ഞെരിടണമെങ്കിൽ ഞെരിടാം, അല്ല വെറുതെ ഇട്ടാലും മതി കേട്ടോ. ഇത് അങ്ങനെ ഒരു ഇതൊന്നുമല്ല. ഇത് എന്താ പറയുക, നമ്മൾ ഇളക്കുന്ന സമയത്ത് തന്നെ ഉപ്പങ്ങ് മിക്സ് ആയിക്കോളും. ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇടുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. കിട്ടും കേട്ടോ. ഇച്ചിരി കൂടുതൽ ഇരിക്കട്ടെ കടുക്. ഞാനാണല്ലോ കഴിക്കണേ. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി ഇടുക കേട്ടോ. വെളുത്തുള്ളി നമ്മൾ തൊലിയൊന്നും കളയണ്ട കേട്ടോ. തൊലിയോടെ ഒന്ന് ചതച്ചിട്ടൊന്ന് ഇട്ടാൽ മതി കേട്ടോ.
അങ്ങനെയാണ് ശരിക്കും ഇടുക കേട്ടോ. വെളുത്തുള്ളി തൊലിയോടെ കൂടെ തന്നെ ആവുമ്പോൾ തൊലി അങ്ങ് കളഞ്ഞാൽ മതി, അത് രസമാണ്. വെളുത്തുള്ളിയും ഇതും ആയതിനു ശേഷം കറിവേപ്പിലയും മുളകും കൂടി ഇടുക. വെളുത്തുള്ളി നല്ലപോലെ ആയിട്ട് കേട്ടോ, നല്ലൊരു മണം വരില്ലേ ആ സമയത്ത് കേട്ടോ. ഒന്ന് ഇളക്കി സെറ്റായതിന് ശേഷം ഈ പരുവായതിനു ശേഷം നമുക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും കൂടെ അത് ഇടാം. ഉള്ളിയൊന്നും ഇത്ര വേണമെന്നില്ല കേട്ടോ, തേങ്ങയും ഉള്ളിയും കൂടെ ചതച്ചെടുത്താൽ മതി, ജീരകവും കൂടെ. ഞാൻ പക്ഷെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും വേണമെന്നില്ല. ഇത് ഇത്ര ആയതിനു ശേഷം നമുക്ക് ഇതിട്ട് കൊടുക്കാം, കൂമ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒന്നും ചെയ്യണ്ട, നമ്മളിങ്ങനെ ഇട്ടിട്ട് തന്നെ ഒന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്താൽ മാത്രം മതി. അതേപോലെ നമ്മൾ തേങ്ങ ഇട്ട് ചതച്ചിട്ടൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇതിട്ട് ഏകദേശം ഒന്ന് റെഡിയായ സമയത്ത് വേണമെങ്കിൽ തേങ്ങയും ജീരകവും വെളുത്തുള്ളി അങ്ങനെയുള്ള എല്ലാ സാധനം വേണമെങ്കിൽ ചതച്ചിട്ടിടാം. പച്ചമുളകും ജീരകവും തേങ്ങയും പിന്നെ മഞ്ഞൾപ്പൊടിയും അങ്ങനെ ഇട്ടാലും മതി. അപ്പം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് മൂടി വെച്ചാൽ മതി കേട്ടോ. കുറച്ച് ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ. ഇളക്കിയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ തീയിൽ ആക്കിയിട്ട് അവിടെ എടുത്ത് വെക്കുക. എന്നിട്ട് സിമ്മിലിട്ട് അവിടെ വെച്ച് ഒരു പാത്രം കൊണ്ട് ഒരു മൂടി കൊണ്ട് അവിടെ മൂടി കൊടുക്കുക. നമ്മൾ അരിയുമ്പോഴേ ശ്രദ്ധിച്ചു, എവിടെയെങ്കിലും പോകുന്ന ദിവസമല്ലാണെങ്കിൽ ശ്രദ്ധിച്ചു. എനിക്ക് പിന്നെ കൈക്ക് കറ വന്ന പ്രശ്നമൊന്നുമില്ല. ഇതണ്ട നിറച്ചും കറിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ തേച്ച് കഴുകിയതാ ഞാൻ, നിറച്ചും കറ. ഇതൊക്കെ കണ്ട, ഇതൊക്കെ അരിഞ്ഞേൻ്റെ കറ വന്നതാ ഇപ്പോൾ. ഇതെവിടെയെല്ലാം കണ്ട അതുപോലെ കൈ നിറച്ചും കറിയായിരിക്കും. കറ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അരിയുന്നതിന് മുന്നേ ഇച്ചിരി വെളിച്ചെണ്ണ തടവി കൊടുത്താൽ കറ ഉണ്ടാവില്ല. അങ്ങനെ ചെയ്താൽ മതി കേട്ടാ. എൻ്റെ കുഞ്ഞി എന്നെ സഹായിക്കാൻ വേണ്ടി ഇരിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് എന്താണെന്നറിയാം, എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം അമ്മ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ പുറകെ നടക്കും. അപ്പം ഇന്ന് കുറച്ച് കുഞ്ഞുള്ളിയും സവോളയും ഒക്കെ അരിഞ്ഞില്ല തൊലി പൊളിച്ച് തന്നു കേട്ടാ. അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട് നിങ്ങളോട്. എന്താ പറയാനുള്ളത്? അത്രേ ഉള്ളൂ അവർക്ക് അറിയാന്. എൻ്റെ ആദ്യത്തെ വീഡിയോ കേട്ടോ, ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ, ഇപ്പോഴും അറിയാൻ ചോദിച്ചാൽ അറിയില്ല, എന്നാൽ പോലും പറയാം. ഫസ്റ്റ് വീഡിയോയിൽ എനിക്ക് അറിയില്ല എങ്ങനെയാന്ന് എഡിറ്റിങ്, എന്താണ് കാര്യങ്ങൾ, ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്നറിയാം, കുഞ്ഞിനെ വെച്ചുണ്ടായിരുന്നു. ഇവളാണ് എൻ്റെ ആദ്യത്തെ ഇത്. ആദ്യം ഇവളെ കൊണ്ട് എന്തൊക്കെയോ ഞാൻ ചെയ്യിച്ചു, അതേപോലെ ഇട്ട് എന്തൊക്കെയോ ചെയ്ത് ഞാൻ കേട്ടാ. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മളെ ആദ്യത്തെ ആളാണിത് യൂട്യൂബിലിട്ട. ഇവിടെ ഞാൻ ഫസ്റ്റ് ഇട്ട. തൈര് ഒഴിക്കുകയാണേ. നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ തൈര് ചില സ്ഥലത്തൊന്നും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതൊരു രസമാണ്. ഞാനപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയായിട്ട്. ഞാൻ അധികം എനിക്ക് തൈര് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഒഴിച്ച് വെക്കുക ചെയ്യുന്നത്. എല്ലാവരും പാല് തിളപ്പിച്ച് എന്നിട്ട് ചെറിയ ചൂടോടുകൂടിയൊക്കെയാണ് ഒഴിക്കാറെന്നൊക്കെ പറയുന്നേക്കാം. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പച്ചപ്പാലാണ് ഞാൻ ഒഴിക്കുന്നത്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തൈര് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇത് നമ്മൾ പാല് കാച്ചി കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണ് പറയുന്ന കേൾക്കാം. അങ്ങനെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ പോവാറില്ല കേട്ടോ. ഞാൻ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ 2 ദിവസം മുന്നേ ഞാൻ കടയിൽ നിന്ന് തൈര് മേടിച്ച് ഇച്ചിരി പാലെടുത്തിട്ട് റെഡിയാക്കി എടുത്തതായത്. അപ്പോൾ ഇത് നമ്മൾ വെറുതെ അങ്ങ് ഒഴിച്ചു കൊടുത്താണ്ടല്ലോ. ഇതാ കട്ട തൈര്, ഇതുണ്ടാ, ഇതാ ഞാൻ കാണിച്ചു തരാം സ്പൂൺ കൊണ്ട്. ഇതാണ് ഞാൻ മിഞ്ഞാന്ന് റെഡിയാക്കി എടുത്തത്. ഇതുണ്ടാ, ഇതാണ് നമ്മുടെ ഞാൻ ഇത് വെറുതെ കടയിൽ നിന്ന് തൈര് മേടിച്ച് ആ തൈര് ഞാൻ പിന്നെ ഇച്ചിരി എടുത്തിട്ട് പാലിനകത്ത് ഒഴിച്ച് റെഡിയാക്കി വെച്ചത്. ഇത് ഈ ഉറക്ക് വേണ്ടിയിട്ട് കേട്ടോ, ഇച്ചിരി കൂടുതൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്താണെന്നറിയാം, പണ്ടൊക്കെ നമ്മൾ മോരൊക്കെ കിട്ടില്ലേ നമുക്ക്, നല്ല നാടൻ മോര്, അതേ ടേസ്റ്റ് വരും. ഇപ്പം ഞാൻ നിങ്ങൾക്കിത് എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എത്ര കട്ട പിടിച്ചിട്ട് എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ. ഇത് മൊത്തം ഒഴിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ ഒഴിച്ച് റെഡിയാക്കിയതുകൊണ്ട് ഇത് മൊത്തം ഒഴിക്കുകയാണ്. നാളത്തേക്ക് കറക്റ്റ് ആയിരിക്കും. പിന്നെ
വേറൊരു കാര്യം എന്താ അറിയാം, നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ പാല് ഇളക്കൊന്നും ചെയ്യരുത്. ഇങ്ങനെ ചിലവരിങ്ങനെ സ്പൂണൊക്കെ ഇട്ട് ഇളക്കുന്നതൊക്കെ കാണാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് ഞാൻ അനങ്ങ് പോലും ഇല്ല. ഇതിങ്ങനെ വെച്ചിട്ട് എടുക്കാത്ത സ്ഥലത്താണ് ഞാൻ വെക്കുക. എന്തിനാണെന്നറിയാം, പാൽ അനങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കും ഞാൻ കേട്ടാ. ഇതിങ്ങനെ ഇനി നാളെ ഞാൻ ഇത് എടുക്കുകയുള്ളൂ. നാളെ ഒരു വൈകിട്ട് എടുക്കുമ്പോഴേക്കും തൈരെല്ലാം നല്ല കട്ടയായിട്ടുണ്ടാവും. ഇത് നമുക്ക് പഞ്ചസാര ഇട്ടിട്ടെല്ലാം കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അത് വെച്ചാൽ ഒരുപാട് പുളി ഉണ്ടാവില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ മോര് കറി ഉണ്ടാക്കാൻ, വെറുതെ കുടിക്കാൻ, മോരും വെള്ളം ഉണ്ടാക്കാൻ, അടിച്ചിട്ട് അതൊക്കെ നല്ലതാണ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് മണക്കാൻ തന്നെ നല്ല പണ്ടത്തെ നമ്മൾ നാടൻ തൈര് മോരൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ് കേട്ടോ. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ആക്കിയാലും നിങ്ങൾ വിചാരിക്കുമോ പച്ചപ്പാലിനകത്ത് ഒഴിച്ചേക്കുന്നതാണ്. പച്ചപ്പാലിനകത്ത് ഒഴിച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടാ. നമ്മൾ കുറുക്കി എടുക്കണം എന്നൊന്നുമില്ല. ഞാൻ കാണിച്ചു തന്നില്ല അത് ഞാൻ ഒഴിച്ച് വെച്ചതാണ് കടയിൽ നിന്ന് മേടിച്ചത്. റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. ഇതിന് വേറെ ഒരു സാധനം നമുക്ക് ആവശ്യമില്ല. ചോറ് മാത്രം, ചോറിൻ്റെ കൂടി ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റുന്നതാണ്. അത്രയ്ക്കും രസമാണ് ഇതൊക്കെ. പിന്നെ ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ പപ്പടോ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ലാവിഷായി. അതൊക്കെ നല്ല ടേസ്റ്റാണ്. ആദ്യമൊക്കെ അമ്മയൊക്കെ തരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനത്തെ ഒക്കെ ഒരെണ്ണം തരും, ഒരു ചമ്മന്തി തരും, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു കറി തരും, അങ്ങനെയൊക്കെയാണ്. ഇത് നല്ല ടേസ്റ്റായിട്ടാണ്. ഇതൊക്കെ ഇങ്ങനെയെല്ലാം കിട്ടല് ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇതൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുക. ഇതാ പൂമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വിളമ്പുകയാണ്. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പൂമ്പ് ഇന്നലത്തെ ചിക്കനായത് കേട്ടാ. എവിടെ ഇപ്പൊ കാലുണ്ടെന്നൊക്കെ പറയുന്നേക്ക്. ഇതാണോ? അല്ല, അപ്പൊ കാല് കാണുന്നില്ല. എന്തായാലും ഒരു എല്ല് കൊടുത്തിട്ടുണ്ടല്ലോ കുഞ്ഞിക്ക്. ഇനി ഇത് 2-3 ദിവസമായിട്ടുള്ള മീനാണ്. വറ്റി ചമ്മന്തിയായി. അപ്പൊ അതും ഇച്ചിരി എടുത്താ. ഇത് സാമ്പാർ വേണോ കുഞ്ഞിക്ക്? വേണ്ട. അപ്പൊ അവൾക്ക് അതൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഇത് ഇട്ടുള്ളൂ. നമ്മളിങ്ങനെ എടുത്തെടുത്ത് ഞാൻ കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാം. കഴിച്ചിട്ട് ടേസ്റ്റ് കഴിച്ചിട്ട് കാര്യം പറയാം. നല്ല ടേസ്റ്റ് ആട്ടോ. വളരെ സൂപ്പർ.